ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെങ്കിലും ഫാറ്റി ലിവർ ഡിസീസ് ആണെങ്കിലും ലിവർ സംബന്ധമായിട്ടുള്ള ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അധിക ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും പ്രിസ്ക്രൈബ് ചെയ്യുന്നതും വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ് UDCA എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ UDCA കുറിച്ചാണ്. UDCA ഫുൾ ഫോം അർസോഡിയോക്സികോളിക് ആസിഡ് എന്നാണ്. ഇതിൻ്റെ മറ്റൊരു പേര് അർസോഡിയോൾ എന്നാണ്. നിങ്ങളും ചിലപ്പം ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടാവാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോസ് എത്രയാണ്, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. UDCA എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഉപയോഗിക്കാൻ തുടങ്ങിയതല്ല. ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിൽ ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷത്തിന് മുകളിലായി. പിത്തസഞ്ചിയിലുള്ള കല്ല് ലയിപ്പിക്കുന്നതിനേക്കാളും അതിൻ്റെ സൈസ് കുറയ്ക്കാനൊക്കെ UDCA ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ലിവർ ടോണിക് എന്നുള്ള രൂപത്തിലാണ് ആദ്യം UDCA ഉപയോഗിച്ച് തുടങ്ങിയത്. ലിവറിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള കണ്ടീഷൻസിൽ UDCA നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതും ഏറ്റവും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള യൂസസ് ഉള്ളത് ഗോൾ സ്റ്റോൺ ഡിസീസസിലാണ്. പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുക, അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതലായി UDCA ഉപയോഗിക്കുന്നത്. പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത് കാരണം പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാം. വയറുവേദന ഉണ്ടാവാം, ദഹനക്കേട് ഉണ്ടാവാം, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഗോൾ ബ്ലാഡർ തന്നെ, അതായത് പിത്തസഞ്ചി തന്നെ എടുത്ത് മാറ്റുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഇതൊക്കെ കുറയ്ക്കാനുള്ള കഴിവ് UDCA എന്നുള്ള മരുന്ന് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിത്തസഞ്ചിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ബൈൽ വേണം. ഈ ബൈലിൽ കൊളസ്ട്രോളിനെ സാച്ചുറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാച്ചുറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ടാണ് കൊളസ്ട്രോൾ സ്റ്റോൺസ് ഉണ്ടാകുന്നത്. ഈ കൊളസ്ട്രോൾ സ്റ്റോൺസ് ആണ് പിന്നീട് പിത്തസഞ്ചിയിലുള്ള കല്ലായി മാറുന്നത്. UDCA എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് പിത്തസഞ്ചിയിലുള്ള കല്ലുണ്ടാവുന്നത് കുറയ്ക്കാൻ സാധിക്കും. ഓൾറെഡി പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കാനും ചിലപ്പോൾ കംപ്ലീറ്റ്ലി അത് ഡിസോൾവ് ചെയ്ത് ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ കോളിസിസ്റ്റക്ടമി, അതായത് പിത്തസഞ്ചി എടുത്തു കളയുന്ന ശസ്ത്രക്രിയ, ഈ സർജറി ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാനും UDCA കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗോൾ സ്റ്റോൺ ഡിസീസിലാണ് നമ്മൾ UDCA ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും FDA പറയുന്ന ഒരു ഇൻഡിക്കേഷനിൽ നിന്നും ഗോൾ സ്റ്റോൺസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനും പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇനി മറ്റു ചില ലിവർ കണ്ടീഷൻസിൽ UDCA ഉപയോഗിക്കുന്നത് ഒന്ന് ബിലിയറി സ്ലഡ്ജാണ്, അതായത് ബൈലിൻ്റെ കട്ടി കൂടുന്ന അവസ്ഥ ഉണ്ടാവാം. ബൈൽ എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. പിത്തസഞ്ചി നിറച്ചും ബൈലാണ് ഉണ്ടാവുന്നത്. ബൈലിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ചിട്ടും പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാം. ആ കട്ടി കുറയ്ക്കാൻ, ആ സ്ലഡ്ജ് ഫോർമേഷൻ കുറച്ച് നിർത്താനും UDCA കഴിയും. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ബിലിയറി സ്ലഡ്ജ് ഉണ്ടാവുന്നത് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നവർക്കാണ്. അതായത് പെട്ടെന്ന് ഒരു 2-3 മാസം കൊണ്ട് 10 കിലോ ഒക്കെ കുറയ്ക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബോഡി വെയ്റ്റിൻ്റെ 10% കുറയ്ക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാവാം. പ്രഗ്നൻസി ടൈമിലും ഇങ്ങനെ തന്നെയാണ്. പ്രഗ്നൻസിയിൽ ആദ്യം വെയിറ്റ് കൂടും, ഡെലിവറിക്ക് ശേഷം വെയിറ്റ് പെട്ടെന്ന് കുറയും. അപ്പോൾ ഡെലിവറിക്ക് ശേഷം അധികം ആൾക്കാർക്കും ബിലിയറി സ്ലഡ്ജ് ഉണ്ടാവാം, ഗോൾ സ്റ്റോൺസ് ഉണ്ടാവാം. ഗോൾ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പല രീതിയിലുണ്ടാവാം. കോളിസിസ്റ്റൈറ്റിസ് ഉണ്ട്, കൊളാഞ്ചൈറ്റിസ് ഉണ്ട്, പ്രൈമറി ബിലിയറി കൊളാഞ്ചൈറ്റിസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കണ്ടീഷനിലും ആദ്യത്തെ ചോയ്സ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് UDCA ആണ്. ഗോൾ ബ്ലാഡറിന് പുറത്തേക്ക് വരുന്ന ഡക്റ്റിൻ്റെ പേര് ബൈൽ ഡക്റ്റ് എന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, കൊളാഞ്ചൈറ്റിസും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലിവർ സിറോസിസിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളവർ UDCA കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ സിറോസിസിലേക്ക് പോകുന്ന സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. അത് ഡിലേ ചെയ്യാനും സാധിക്കുന്നു. സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. പ്രഗ്നൻസിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ലിവർ കണ്ടീഷനാണ് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ 3ാമത്തെ ട്രൈമസ്റ്ററിലാണ് ഉണ്ടാവുക, അതായത് 7, 8, 9 മാസങ്ങളിൽ. പ്രഗ്നൻസീൻ്റെ ഈ അവസാനത്തെ ട്രൈമസ്റ്ററിൽ പോലും UDCA എന്ന് പറഞ്ഞ മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കണ്ടീഷനെ ഈസിലി മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ലിവർ സംബന്ധിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും, ഗോൾ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിലും സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടാവാം. അത് ചിലപ്പോൾ കുറച്ച് സിവിയർ ആയിരിക്കാം. ഈ സിംറ്റംസ് കുറയ്ക്കാനും UDCA കഴിയുന്നതാണ്. ലിവർ ഡിസീസസിന് UDCA ഉപയോഗിക്കുന്നതിനനുസരിച്ച് തന്നെ ബൈൽ ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനും SGPT അഥവാ ALTൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കാറുണ്ട്. ഇതുകൂടാതെ മറ്റു പലതരത്തിലുള്ള ലിവർ കണ്ടീഷൻസിലും UDCA ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ്. നിങ്ങൾക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, വെയിറ്റ് കുറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യാം. ആ സ്റ്റേജിൻ്റെ പേരാണ് NASH, അതായത് നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ്. NASHൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും UDCA ഉപയോഗിക്കാറുണ്ട്. ഇനി UDCA എങ്ങനെയാണ് കൃത്യമായി കഴിക്കേണ്ടതെന്ന് പറയാം. ഈ ടാബ്ലറ്റിന് ഒരു കോട്ടിംഗ് ഉണ്ടാവും. വെറും വയറ്റിൽ കഴിക്കുന്നതിനേക്കാളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുന്നതിനേക്കാളും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. UDCA ചില പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ഒന്ന് UDLIV ആണ്, രണ്ടാമത്തത് അർസോടാബ് ഉണ്ട്. നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ പുറകുവശത്ത് ഈച്ച് ടാബ്ലറ്റ് കണ്ടെയ്ൻസ് അർസോഡിയോക്സികോളിക് ആസിഡ് എന്ന് കാണുകയാണെങ്കിൽ അതിൽ UDCA ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
ഇനി ഗോൾ സ്റ്റോൺ അലിയിപ്പിക്കാൻ അതിൻ്റെ ഡിസൊല്യൂഷന് വേണ്ടി UDCAൻ്റെ ഡോസ് എന്ന് പറയുന്നത് 8 മുതൽ 10 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. ഇതൊരു ദിവസത്തേക്കാണ്. അതായത് നിങ്ങളുടെ വെയിറ്റ് 60 കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 600 മില്ലിഗ്രാം വരെ UDCA കഴിക്കാം. അതൊരു നേരമായിട്ടല്ല, 3-4 പ്രാവശ്യമായി ഡിവൈഡ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഇല്ലെങ്കിൽ 300 മില്ലിഗ്രാമിൻ്റെ 2 നേരമായിട്ട് കഴിക്കാം. ഗോൾ സ്റ്റോൺസ് വരാതിരിക്കാനും 300 മില്ലിഗ്രാം ഒരു നേരമോ 2 നേരമായിട്ട് UDCA കഴിക്കാവുന്നതാണ്. പക്ഷേ ഇത് 2-3 മാസം കഴിക്കുന്നതിനേക്കാളും മാക്സിമം UDCAനെ കൊണ്ടുള്ള ബെനിഫിറ്റ് കണ്ടിട്ടുള്ളത് 2 വർഷം, 4 വർഷം, 8 വർഷമൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്കാണ്. ഈ ടാബ്ലറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 30 ടാബ്ലറ്റ്സിന് 1200 മുതൽ 1500 രൂപ വരെയാണ്. സർജറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സർജറീൻ്റെ കോസ്റ്റ് നോക്കുന്ന സമയത്തും പിത്തസഞ്ചി ഇനി ജീവിതകാലം ഇല്ലാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ UDCA പോലത്തെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ ഇവിടെ ഗോൾ സ്റ്റോണിൻ്റെ സൈസ് എത്രയാണ്, ആ ഗോൾ സ്റ്റോൺ കാരണം ഗോൾ ബ്ലാഡറിൽ ഒബ്സ്ട്രക്ഷൻ വന്നിട്ടില്ല, ബയല് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിന് വിട്ടുകൊടുക്കുക. ഇനി UDCAൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാം. പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ UDCAൻ്റെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. അധികം ആൾക്കാർക്കും എളുപ്പത്തിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് UDCA എന്ന് പറയുന്നത്. പക്ഷേ ക്ലിനിക്കൽ ട്രയൽസിൽ ഏറ്റവും കൂടുതലായിട്ടും കണ്ടിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡയറിയാണ്. ലൂസ് മോഷൻ ഉണ്ടാവാം. 2 മുതൽ 9% ആൾക്കാർക്കും ഡയറിയ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ബിലിയറി സിറോസിസ് ഉള്ള പേഷ്യൻസ് UD-LIV അല്ലെങ്കിൽ UDCA കഴിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിലുള്ള പെയിൻ ആണ്. വയറ് ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന പെയിൻ. ഇനി UDCA തീരെ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്നും കൂടി പറയാം. ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബയൽ പുറത്തേക്ക് വരുന്നത് ബൈൽ ഡക്റ്റ് വഴിയാണ്. ബൈൽ ഡക്റ്റിലോ ഗോൾ ബ്ലാഡറിലോ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, ബയലിന് പുറത്തേക്ക് ഇൻറ്റസ്റ്റൈനിലേക്ക് ഇറങ്ങി വരുന്നതിൽ എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസിൽ UDCA ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി പ്രഗ്നൻസിയിൽ UDCA ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ ഏർലി പ്രഗ്നൻസിയിൽ, അതായത് ആദ്യത്തെ 5 മാസങ്ങളിൽ UDCA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റിനെ കുറിച്ചുള്ള ഡേറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറവാണ്. അത് ഫീറ്റസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, മദറിന് അത് യൂസ്ഫുൾ ആയിരിക്കുമോ, അത്തരത്തിലുള്ള കൂടുതൽ റിസർച്ച് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏർലി പ്രഗ്നൻസിയിൽ അത് യൂസ് ചെയ്യാൻ പാടുള്ള മെഡിസിൻ അല്ല. 25 മില്ലിഗ്രാം പെർ കിലോഗ്രാമിൻ്റെ മുകളിലെ ഡോസിൽ UDCA കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ടോക്സിസിറ്റി ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ UDCA എന്ന് പറയുന്ന മെഡിസിൻ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ഡോക്ടറെ കാണിക്കാതെ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഈ ടാബ്ലറ്റ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഡോഫുഡി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും കൂടിയാണ്. ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്കിനി UDCAനെ കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത്, നിങ്ങൾ എത്ര കാലമായി UDCA കഴിക്കുന്നു, നിങ്ങളുടെ ഗോൾ സ്റ്റോൺ UDCA കഴിച്ചിട്ട് സൈസ് കുറഞ്ഞിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിനി ഗോൾ സ്റ്റോൺ ഉണ്ടായിട്ട് പിത്തസഞ്ചി എടുത്ത് മാറ്റണം എന്നാണ് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.